അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ആമിക്കുട്ടി സൈനുവിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ പലതും സംഭവിച്ചു. നമ്മുടെ ആമിയുടെ മൂത്ത ഇത്താൻ്റെ കല്യാണം കഴിഞ്ഞു. അത് അവൾക്കും അവളുടെ ഉമ്മാക്കും അത്രയൊന്നും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നില്ല. റസാക്കിന് പെൺമക്കൾ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നായിരുന്നു. ഭാര്യ മരിച്ച് കുറച്ചു പ്രായം ചെന്ന് 2 കുഞ്ഞുങ്ങളുള്ള ഒരാളെ കൊണ്ടാണ് റസാക്ക് അവളെ കല്യാണം കഴിപ്പിച്ചത്. അവൾക്കും എതിർത്ത് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പയുടെ സ്വഭാവത്തിന് ആയത് ആയി എന്ന മട്ടിലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ 2 പേരും ആദ്യ ഭാര്യയുടെ വീട്ടുകാർ ഏറ്റെടുത്തിരുന്നു. അവർ മരിച്ചതിൻ്റെ ശേഷം ആ 2 കുഞ്ഞുങ്ങളെയും അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി. ബാധ്യതകളൊന്നുമില്ല, എങ്കിൽ കൂടി കുറച്ച് പ്രായം ചെന്ന ഒരാളായിരുന്നു. പിന്നെ സാമ്പത്തികമായി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റസാക്ക് അത് കണ്ടുകൊണ്ടാണ് മോളെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. എങ്ങനെയെങ്കിലും പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുക എന്ന ബാധ്യത കഴിക്കണം, തൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, എന്നാൽ അവർക്ക് കൂടി ചെലവിന് കൊടുക്കേണ്ടല്ലോ എന്ന ചിന്താഗതിയിൽ വന്ന ബന്ധം പെട്ടെന്ന് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെയോ ഒന്നും ആരുടെയും സമ്മതം ചോദിക്കാതെയോ കല്യാണം കഴിച്ചു വിടുകയായിരുന്നു. അവളിപ്പോൾ ഗർഭിണിയുമാണ്. അവളുടെ രണ്ടാമത്തെ ഇത്താക്ക് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അമീർ അവൻ്റെ ആ ഒരു ഡിഗ്രി എല്ലാം എടുത്തിട്ടുണ്ട്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം പഠിച്ച് നേരായ വഴിക്കെടുക്കുന്ന ഡിഗ്രിയും ഒന്നുമല്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആമയുടെ കമ്പനിയിൽ കയറിക്കൂടി അവളുടെ ജോലി കളഞ്ഞ് അവൻ അവിടെ സ്ഥാനം ഉറപ്പിക്കണം. ആ ചിന്തയോടുകൂടി പൈസ എല്ലാം കൊടുത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാമാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ആമി നമ്മുടെ സൈനുവിൻ്റെ കമ്പനിയുടെ നെടുന്തൂണായി മാറിയിട്ടുണ്ടായിരുന്നു. അവളില്ലാതെ ഒന്നിനും കഴിയില്ല എന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു അവിടെ. അത്രയും ബുദ്ധിയും ശക്തിയും ഉള്ള കുട്ടിയായിരുന്നു ആമി. അവൾ വന്നതോടുകൂടി നമ്മുടെ സൈനുവിൻ്റെ ജോലിയുടെ ഭാരവും കുറഞ്ഞു. കമ്പനി അനുദിനം വളർന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ ആമിക്കാണ് സൈനു കൊടുക്കുന്നത്. നീ വന്നതുകൊണ്ടാണ്. ആദ്യമേ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ സൈനുവിന് ജോലിഭാരം കൂടിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു സഹായത്തിനാണ് നമ്മുടെ ആമിയെ കൊണ്ടുവന്നത്. ആമി കൂടി വന്നപ്പോൾ വിശ്വസ്തതയും അതുപോലെ തന്നെ 100% ജോലിയോട് കൂറ് പുലർത്തുന്നതുമായിട്ടുള്ള നമ്മുടെ ആമയുടെ കഠിനാധ്വാനം കൂടിയായപ്പോൾ കമ്പനിയും അതിനൊപ്പം വളർന്നു വന്നു. ഇനി അവർ പുതിയ ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങാനും പദ്ധതിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമീർ അവൻ്റെ ഉമ്മാനെ കൊണ്ട്, അത് റസാക്ക് പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. അവൻ പറഞ്ഞു, നീ നിൻ്റെ ഉമ്മാനോട് സംസാരിക്ക്, അവൾ പറഞ്ഞാലേ അവൾ അനുസരിക്കൂ. ഞാൻ ആ നശിച്ചവളുടെ മുഖത്ത് പോലും നോക്കാറില്ല എന്ന് നിനക്കറിയില്ലേ. പിന്നെ അതുമാത്രമല്ല, നീ പറഞ്ഞാൽ നീ അവളുടെ അനിയനായതുകൊണ്ട് അവൾ കേട്ടുകൊള്ളണമെന്നുമില്ല. എന്നാൽ നിൻ്റെ ഉമ്മയല്ലേ, അവളുടെ വാക്കുകൾ തട്ടിക്കളയാൻ അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിനക്കുള്ള ഒരു ജോലി അവിടെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാൻ നീ നിൻ്റെ ഉമ്മാനെ കണ്ട് പറയൂ, എന്നിട്ട് അവളോട് പറയാൻ പറയൂ എന്നെല്ലാം പറഞ്ഞിങ്ങനെ അവനെ ഓരോ ദിവസം പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റസാക്ക്. എടാ, ഇനിയും വൈകിപ്പിക്കരുത്. നീ എങ്ങനെയെങ്കിലും നിൻ്റെ ഉമ്മാനോട് പറയണം. നിന്നെ കൂടി അവളോട് പറഞ്ഞ് ആ കമ്പനിയിൽ കയറ്റാൻ. ഉമ്മ, ഞാനും നിങ്ങളുടെ മകനല്ലേ, നിങ്ങളൊന്ന് പറയണം
എത്ര കാലമായി ഞാൻ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല നല്ല ജോലിയായി അവരുടെ ലൈഫൊക്കെ സെറ്റിലായി. ഞാൻ മാത്രം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നിൻ്റെ ഇത്തയല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പറയണം. അവൾക്ക് ഇപ്പോൾ ആ ജോലിയിൽ ഭയങ്കര സ്ഥാനമൊക്കെയാണ് എന്നല്ലേ നിൻ്റെ ഉമ്മയും അവൾ പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞ് നിന്നെ അവിടെ കയറ്റാൻ നീ തന്നെ നിൻ്റെ ഉമ്മാനോട് പറയണം എന്നെല്ലാം പറഞ്ഞ് റസാക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ അമീറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ നമ്മുടെ അമീർ വിചാരിച്ചു, അത് ശരിയാണ്, എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞ് അവിടെ കയറിക്കൂടണം. എന്നിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്ത് അവളെ അവിടെ നിന്ന് ചാടിക്കണം. എന്നിട്ട് ആ സ്ഥാനത്ത് തനിക്ക് കയറിക്കൂടണം എന്നെല്ലാമാണ് അവൻ്റെ ചിന്ത. അങ്ങനെ ഒരു ദിവസം തരം കിട്ടിയപ്പോൾ അവൻ ഉമ്മാനെ ഇങ്ങനെ സോപ്പിട്ട് അടുത്തുകൂടി. ഉമ്മച്ചി, ഈ ഇടയായിട്ട് ഉമ്മച്ചി എന്നോടെന്താണ് അധികം സംസാരിക്കാത്തത്? ഞാനും ഉമ്മാൻ്റെ മകൻ തന്നെയല്ലേ. ഉമ്മാക്ക് ആ ആമയോട് മാത്രമാണ് ഇഷ്ടമുള്ളത്, അവളോട് മാത്രമാണ് കൂറുള്ളത്. മുഴുവൻ സമയം അവളോടൊപ്പമായിരിക്കുമല്ലോ. എന്താ, ഞാനും ഉമ്മാൻ്റെ മകൻ തന്നെയല്ലേ, എന്നോട് സംസാരിക്കാനും ഇടപഴകാനും ഒന്നും ഉമ്മാക്ക് സമയമില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നമ്മുടെ റസിയ അമീറിനോട് തിരിച്ചു ചോദിച്ചു, ഓഹോ, നിനക്ക് ഇപ്പോഴാണോ ഉമ്മാനോട് സംസാരിക്കണം ഇടപഴകണം എന്നൊക്കെ ചിന്തയുണ്ടായത്? ഇത്ര കാലമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ, ഈ വീട്ടിനുള്ളിൽ തന്നെയല്ലടാ ഉണ്ടായിരുന്നത്. ഇത്രയും കാലമില്ലാത്ത ഒരു സ്നേഹം. നീ മുഴുവൻ സമയം നിൻ്റെ ഉപ്പാൻ്റെ കൂടെയല്ലേ. നിനക്കിവിടെ എൻ്റെ അടുത്ത് വരാനും സംസാരിക്കാനും ഒക്കെ സമയം. ആമി അതുപോലെയല്ലല്ലോ. അവൾ എന്തുണ്ടെങ്കിലും എന്നോട് തന്നെയല്ലേ പറയാറുള്ളത്. അവൾ മിക്കപ്പോഴും എൻ്റെ കൂടെയല്ലേ. അവൾക്ക് ഉമ്മ ഉപ്പ എല്ലാവരും ഒരുപോലെയാണ്. നിനക്ക് മാത്രമല്ലേ ആ ഒരു വേർതിരിവുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് ഉമ്മാനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഉമ്മ അത് സാധിപ്പിച്ചു തരണം. എന്തായാലും ഞാൻ ഉമ്മാൻ്റെ ചെറിയ കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് അവനിങ്ങനെ അടുത്തുകൂടി. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ റസിയ മനസ്സിൽ വിചാരിച്ചു, പതിവില്ലാത്ത സ്നേഹം കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ് എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്ന്. അപ്പോൾ അവൾ ചോദിച്ചു, എന്താണ് എന്നിട്ട് നിനക്ക് എന്നോട് പറയാനുള്ളത്? അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ തന്നെയല്ലേ നീ എൻ്റെ അടുത്ത് വരാറുള്ളത്. ഇത്തവണത്തെ പുതിയ ആവശ്യം എന്താണ് ഉമ്മ എന്ന് കേൾക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞു, അല്ല ഉമ്മ, ഉമ്മാക്ക് ആകെ ഒരു ആൺകുഞ്ഞ് ഉള്ളതല്ലേ. ഞാനൊരു കരക്കെത്തിയാലല്ലേ ഉമ്മാക്കും ഉപ്പാക്കും വയസ്സാം കാലത്ത് ഒരു തുണയുണ്ടാവുകയുള്ളൂ. ഞാനിങ്ങനെ തേരാപാര നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല ജോലിയും എല്ലാമായി. ചിലരെല്ലാം ഗൾഫിൽ പോയി, ചിലർ ഇവിടെ നാട്ടിൽ തന്നെ നല്ല ജോലിയും എല്ലാമായി സെറ്റിലായി. എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ കിടക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസിയ പറഞ്ഞു, അതിനിപ്പോൾ ഞങ്ങളെല്ലാവരും എന്ത് പിഴച്ചു? നീ തന്നെയല്ലേ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെയും നല്ലൊരു ജോലി കണ്ടെത്തേണ്ട സമയത്ത് അതിന് ശ്രമിക്കാതെയും എല്ലാം നടന്നത്. ഇപ്പോൾ എല്ലാം എൻ്റെ തലയിലേക്ക് ഇടാനാണോ നോക്കുന്നത്? അതെല്ലാം നീ തന്നെയല്ലേ നോക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഡിഗ്രി എല്ലാം എടുത്തില്ലേ ഉമ്മ, ഇനിയിപ്പോൾ എനിക്ക് നല്ലൊരു ജോലിയെല്ലാം കിട്ടും. ഉമ്മ ഒരു കാര്യം പറയണം. ആമിയോട് പറഞ്ഞിട്ട് എനിക്ക് അവളുടെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിത്തരാൻ പറയണം. എന്നാൽ ഞാനും അവളെപ്പോലെ അത്യാവശ്യം നല്ല ശമ്പളമെല്ലാം വാങ്ങുന്ന, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പേര് കേട്ട ഒരു കമ്പനിയാണ് അത്. അതുകൊണ്ട് തന്നെ അതിൽ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അന്തസ്സാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞാൽ അവളുടെ മുതലാളി കേൾക്കും. എങ്ങനെയെങ്കിലും ഉമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് റസിയാനെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കുകയാണ് നമ്മുടെ അമീർ. ഇത് കേട്ടതും റസിയ പറഞ്ഞു, എനിക്ക് തോന്നി എന്തെങ്കിലും കാര്യസാധ്യത്തിന് തന്നെ നീ വന്നതായിരിക്കുമെന്ന്. അല്ലെങ്കിൽ നിനക്കെന്നോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ലല്ലോ. നിനക്ക് നിൻ്റേതായ ലോകമല്ലേ എന്നെല്ലാം പറഞ്ഞോളൂ. എന്നിട്ട് അവൾ പറഞ്ഞു, നിൻ്റെ ഡിഗ്രിയുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. നീ അത് നേരായ വഴിക്ക് സമ്പാദിച്ചതോ ആണോടാ? പൈസ കൊടുത്ത് നേടിയെടുത്ത ഡിഗ്രിയല്ലേ. ഈ ഡിഗ്രി എല്ലാം വെച്ച് നീ ആ ഒരു കമ്പനിയിൽ കയറിയാൽ എൻ്റെ മോളുടെ ഭാവി കൂടി ചിലപ്പോൾ തുലക്കും. നീ കാരണം പുറത്താകേണ്ടി വരും. അതിനായിരിക്കും ഇപ്പോൾ
അവിടെ നീ കയറിയാൽ അതായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് എന്നെല്ലാം അവൾ ഇങ്ങനെ അമീറിനോട് പറഞ്ഞു. ഇത് കേട്ടതും അമീർ മനസ്സിൽ വിചാരിച്ചു, തള്ളയുടെ ബുദ്ധി അപാരം തന്നെ. താനും ഉപ്പയും പ്ലാൻ ചെയ്ത കാര്യം കണ്ടുപിടിച്ച പോലെയുണ്ട് തള്ളയുടെ ഊഹാപോഹം പറച്ചിൽ. എന്തായാലും എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് തള്ളെ. അതിന് നിങ്ങളുടെ കൈയും കാലും പിടിച്ചിട്ടായാലും വേണ്ടില്ല, അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ എങ്ങനെ കയറിക്കൂടുക തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നെല്ലാം അമീർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എനിക്ക് അവിടെ ഒരു ജോലി അവൾ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ എങ്ങനെ അവിടുന്ന് പുറത്താക്കുക? അവൾ കാരണമല്ലേ എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയത്. പിന്നെ ഞാനത് ചെയ്യോ എന്നെല്ലാം പറഞ്ഞ് അവൻ വീണ്ടും ഇങ്ങനെ താന്നു കൂന്ന് പറയുന്നത് പോലെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ജമീലത്ത അങ്ങോട്ട് വന്നത്. അവർ പറഞ്ഞു, എടി, അവൻ പറയുന്നത് ശരി തന്നെയല്ലേ. അവൾ വാങ്ങിക്കുന്ന പോലെ നല്ല ശമ്പളവും അതുപോലെ തന്നെ നല്ലൊരു ജോലിയുമെല്ലാം നിൻ്റെ മോന് കിട്ടിയാൽ എന്താ പുളിക്കുവോ? നിനക്ക് തന്നെയല്ലേടി അതിൻ്റെ അന്തസ്സ്. പെൺകുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് അങ്ങോട്ട് പോകും, അവരുടെ കാര്യവും നോക്കി. പിന്നെ അവർക്ക് അവരുടെ കെട്ടിയോനും കുട്ടികളും കുടുംബവുമാവും. നിനക്കും റസാക്കിനും വയസ്സാം കാലത്ത് ഒരു തുണയാകുന്നത് ഇവൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവന് നല്ലൊരു ജോലി അത്യാവശ്യമാണ്. നീ ഒരു കാര്യം ചെയ്യൂ, ആമിയോട് പറഞ്ഞ് ഇവനും ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക് എന്നെല്ലാം അവരും അവന് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. ആമിക്ക് ഇപ്പോൾ ഏകദേശം 50,000 രൂപ സാലറി ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും കഠിനാധ്വാനം, ഹാർഡ് വർക്കും സത്യസന്ധതയും പുലർത്തുന്നത് കൊണ്ട്. തുടക്കത്തിലെ അവളോട് സെയിൻ പറഞ്ഞതായിരുന്നു അവൾക്ക് ഏകദേശം 1 വർഷമാകുമ്പോഴേക്ക് അവളുടെ ജോലിയുടെ പെർഫോമൻസിനനുസരിച്ച് സാലറി കൂട്ടിക്കൊടുക്കാമെന്ന്. അതിൽ ഒരു 30,000 രൂപയോളം അവൾ സേവിങ് ആയിട്ട് അവിടെ വെക്കുന്നുണ്ട്. 20,000 രൂപ നമ്മുടെ ജമീലത്താൻ്റെ കയ്യിലും ഏൽപ്പിക്കാറാണ് പതിവ്, വീട്ടുകാര്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി. അവർക്ക് എന്തായാലും സന്തോഷമായി, ഒന്നും അറിയണ്ടല്ലോ. 10-20,000 രൂപ മാസം കയ്യിൽ കിട്ടുകയല്ലേ. ഇനി അതുപോലെ തൻ്റെ ചെറുമകനും ഒരു ജോലിയായാൽ അവൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെയും അവിടെ എങ്ങനെയെങ്കിലും കയറ്റണം എന്ന ലക്ഷ്യവുമായിട്ടാണ് അവരും അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം ഉറങ്ങാൻ കിടന്നപ്പോൾ റസിയ നമ്മുടെ ആമിയോട് പറഞ്ഞു, ആമി മോളോട് ഉമ്മച്ചിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ അത് കേട്ടിട്ട് നിന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആമി ചോദിച്ചു, ഉമ്മ പറയൂ. ഉമ്മാക്ക് എന്തെങ്കിലും എന്നോട് പറയണമെങ്കിൽ ഇങ്ങനെയൊരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ഉമ്മാക്ക് നേരിട്ട് പറയാലോ. ഇവിടെ എന്തും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മാക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ഞാനും മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടും മാത്രമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൂ ഈ വീട്ടിൽ. അല്ലാതെ നമ്മളെ ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഉമ്മാക്ക് എന്നോട് തുറന്ന് പറയാം എന്ന് പറഞ്ഞു. സാധാരണ എന്താവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ റസിയ ഒരു മുഖവുരയില്ലാതെ ആമയോട് പറയാറുണ്ട്. കാരണം ന്യായമായ കാര്യങ്ങളെ അവൾ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ചമ്മലിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ്റെയോ ആവശ്യമില്ല. എന്നാൽ അമീറിൻ്റെ കാര്യം അതും ഇങ്ങനെ ഒരു ആവശ്യമായതുകൊണ്ട് അവർക്ക് പറയാനും ഒരു മടിയുണ്ട്, എന്നാൽ പറയാതിരിക്കാനും വയ്യ. അവർ പറഞ്ഞു, മോളെ, നമ്മുടെ അമീർ കുറേ ആയില്ലേ ഇങ്ങനെ ജോലിയും ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം സെറ്റിലായി, നല്ല നല്ല ജോലിയും എല്ലാമായി. പിന്നെ അവന് നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ മോളെ? നീ ഒന്ന് നിൻ്റെ മുതലാളിയോട് ചോദിച്ചു നോക്കൂ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അവൻ്റെ കാര്യമോർത്ത് എനിക്ക് വിഷമമുണ്ട് ഉമ്മ. അമീറും ഉപ്പയുമെല്ലാം നേരായ വഴിയിലല്ല സഞ്ചരിക്കുന്നത്. അവനൊരു ജോലി വേണമെങ്കിൽ എന്തായാലും ഒരു ഡിഗ്രി അത്യാവശ്യമാണ്. എന്നാൽ അവൻ നേടിയെടുത്ത ഡിഗ്രി ശരിയായ വഴിയിലൂടെയല്ല, പൈസ കൊടുത്ത് കള്ളപ്പണി ചെയ്ത് ഉണ്ടാക്കിയ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. അതെല്ലാം വെച്ച്
അത്രയും നല്ലൊരു കമ്പനിയിൽ അവന് ജോലി വാങ്ങിച്ചു കൊടുത്താൽ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നറിയില്ല. പിന്നെ അവൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ എൻ്റെ ജോലി കൂടി അവിടുന്ന് പോകുമോ എന്നാണ് എനിക്ക് പേടി. പിന്നെ എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഒരു അവസരം അവനക്ക് കൊടുത്തു നോക്കാം. നേരാവുകയാണെങ്കിൽ നേരാവട്ടെ. നല്ല രീതിയിൽ പോയാൽ എൻ്റെ ബോസ് നല്ല ആളാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, 1 വർഷത്തിനുള്ളിൽ സാലറി എല്ലാം കൂട്ടി മാഷാ അല്ലാഹ് ഇപ്പോൾ നല്ലതായില്ലേ നമ്മുടെ കാര്യം. അതുപോലെ തന്നെ അവനെയും ഇഷ്ടപ്പെട്ടാൽ അവനും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. പക്ഷേ അവൻ്റെ സ്വഭാവത്തിന് എന്തൊക്കെയാവുമെന്നറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. എൻ്റെ അനിയനായി പോയില്ലേ എന്നെല്ലാം പറഞ്ഞു അവൾ. റസിയ പറഞ്ഞു, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്, പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കാം. അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എന്താവും എന്നൊന്നും എനിക്കും അറിയില്ല. ഇനി അവൻ വന്ന് നോക്കട്ടെ. നല്ല രീതിയിലാണെങ്കിൽ അവൻ നേരാവുമല്ലോ. അല്ല, അവൻ അവിടെ എന്തെങ്കിലും വേണ്ടാതീനം കാണിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നീ അവിടുന്ന് പുറത്താക്കാൻ നിൻ്റെ ബോസിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ അനിയനാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും അവൻ്റെ കാര്യം ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ ബോസുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 പേരും ഉറങ്ങാനായി കിടന്നു. അങ്ങനെ പതിവ് പോലെ പിറ്റേ ദിവസം ലഞ്ച് ടൈമെല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആമി സെയിനിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുഡ് ഈവനിങ് സാർ, എനിക്ക് സാറിനോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ സെയിൻ ചോദിച്ചു, അതിനെന്താ അമാന? ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നിനക്കിപ്പോൾ എന്തു വേണമെങ്കിലും എന്നോട് പറയാലോ. ഞാൻ നിന്നെ എൻ്റെ ഒരു സ്റ്റാഫായിട്ടല്ല കണ്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണിപ്പോൾ നിന്നെയും ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം നിന്നോളം ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റാഫിനെ ഈ ഒരു ഓഫീസിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോവാനാണ് ധൃതി വെക്കാറുള്ളത്. അതുപോലെ തന്നെ ലേറ്റായിട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ നമ്മുടെ ആമി കറക്റ്റ് ടൈമിൽ തന്നെ ഡ്യൂട്ടിയിൽ എത്തും. അതുപോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞാലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടേ അവൾ പോകൂ. അങ്ങനെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സെയിൻ പറഞ്ഞു, നിന്നെ ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ അത് പിന്നെ സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇതുവരെ അവളായിട്ട് ഒരാവശ്യവും നമ്മുടെ സെയിനിനോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി ചോദിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്. അപ്പോൾ സെയിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അമാന, നീ ധൈര്യമായി പറഞ്ഞോ, മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, സാർ, എൻ്റെ അനിയനുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ അക്കൗണ്ടിങ്ങും പഠിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ജോലിയൊന്നും ആയിട്ടില്ല. അവൻ്റെ കൂട്ടുകാരൊക്കെ ജോലിയെല്ലാമായി സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി, ചെറിയതായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അവൻ്റെ കാര്യം ആലോചിച്ച് ഉപ്പാക്കും ഉമ്മാക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമമുണ്ട്. അതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ട്. ഞാനിങ്ങനെ നല്ല ജോലിയെല്ലാമായി നടക്കുമ്പോൾ അവനൊരു ജോലിയുമില്ലാതെ നടക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സെയിന് പറഞ്ഞു, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ആമീറിൻ്റെയോ? അതിനെന്താ, അവൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അക്കൗണ്ടിങ് കോഴ്സും കഴിഞ്ഞ് നിൽക്കുകയാണോ? എന്നാൽ നീ നേരത്തെ പറയണ്ടേ. നമ്മുടെ ഓഫീസിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത പോസ്റ്റ് തന്നെ അവന് കൊടുക്കാം. അക്കൗണ്ടിങ് സെക്ഷനിൽ തന്നെ അവനക്ക് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞു. അവിടെ ഇപ്പോൾ 2 പേരുണ്ട്. എന്നാൽ കൂടി ഒരാൾക്ക് കൂടി കൊടുക്കാം. മറ്റുള്ളവരുടെ ജോലിഭാരം അത്രയും കുറയുമല്ലോ. പിന്നെ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായി നടക്കുമല്ലോ. നീ വിഷമിക്കേണ്ട. ഇതിനായിരുന്നു ഇങ്ങനെ മടിച്ചു നിന്നിരുന്നത്. അതെല്ലാം നമുക്ക് ശരിയാക്കാടോ. താൻ പേടിക്കണ്ട. ധൈര്യമായി പോയിട്ട് അവനോട് പറഞ്ഞോ, വീട്ടിലും പറഞ്ഞോ അവന് ജോലി റെഡിയാണെന്ന്. ഇപ്പോൾ എന്താ, ഹാപ്പി ആയില്ലേ എന്നെല്ലാം ചോദിച്ചു. അവൾ പറഞ്ഞു, താങ്ക് യു സാർ, ഒരുപാട് ഉപകാരമായി. സാറിനോട് അവതരിപ്പിക്കുക എങ്ങനെയാണെന്ന് ആലോചിച്ച് ഞാൻ കൺഫ്യൂഷനായിരിക്കുകയായിരുന്നു.
കാരണം ഇവിടെ അതിനുള്ളൊരു വേക്കൻസി ഇല്ലെങ്കിൽ സാറിനത് പറ്റില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടും ആവും. ആ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാനെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സെയ്ന് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നീ അവനോട് പോയിട്ട് വിവരം പറയൂ എന്നെല്ലാം പറഞ്ഞു.